ഓ നമസ്കാര. എന്റെ പേര് സിന്ധു. എന്റെ വീട് വേങ്ങശ്ശേരി അകവണ്ട എന്ന സ്ഥലത്താണ് എന്റെ വീട്. ഞാൻ ഈ കോങ്ങാട് നീതി മെഡിക്കൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ ഇവിടെ പുലാപ്പറ്റ മോക്ഷത്തിൽ ശിവക്ഷേത്രത്തെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞു വന്നിട്ട് ഇപ്പൊ ഒരു വർഷത്തോളായിട്ടുണ്ട്. അപ്പോ എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ജോലിപരമായിട്ട് എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് എന്റെ ഇവിടെ കസ്റ്റമർ വന്നിരുന്നു. ആ കസ്റ്റമറാണ് എന്നെ ഇവിടേക്ക് ഈ പുലാപ്പറ്റ ശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. അതിലെനിക്ക് അവരോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതിലുപരി ഞാൻ ഇവിടെ ഈ ശിവക്ഷേത്രത്തിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ഉള്ളത്. ഞാൻ ആദ്യം ഇങ്ങനെ ആ ജോലി പോയവിടുന്ന് മുതൽ ഞാൻ ഇവിടെ വന്ന് അവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് മുട്ടറക്കൽ ഇവിടുത്തെ ഒരു വൈബ് തന്നെയാണ്. നമ്മുടെ ഓരോ കാര്യങ്ങള് നമ്മള് ബുക്ക് ചെയ്ത് മുട്ടറത്ത് കാര്യങ്ങള് ഇവിടുത്തെ തിരുമേനി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ആ ഇതില് നമ്മുടെ 3 തവണ ഫസ്റ്റ് ടൈമിന് 3 തവണ ഇവിടെ വന്ന് മുട്ടർത്തു. കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. പിന്നെ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ വവ്വാല് മോക്ഷത്തിൽ ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ മരിച്ചുപോയവർക്ക് മോക്ഷം കിട്ടി എന്നുള്ള ഒരു ഐതിഹ്യമാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇവിടുത്തെ വവ്വാല് ഇപ്പൊ നമുക്ക് ഈ നിപ്പ പോലെയുള്ള രോഗങ്ങൾ വന്നാലും നമുക്ക് ഇന്ന വരെ ഈ ഭാഗത്ത് ഈ പ്രദേശത്തായിട്ട് ഒരാൾക്കും ഇങ്ങനെ ഒരു അസുഖം വരിക അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു ഇതും നമുക്ക് ഇവിടെ ഈ പ്രദേശവാസികൾക്ക് ഉണ്ടായിട്ടില്ല. അത് പിന്നെ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് ഞാനിപ്പോ ഒരു വർഷം ആയി ഇവിടെ വരുന്നു. ഞാൻ എന്തായാലും മാസത്തില് ഒരു 2-3 തവണ ഞാൻ മോക്ഷത്തിൽ ശിവക്ഷേത്രത്തിൽ വരാറുണ്ട്. കോങ്ങാട്ടുന്ന് കൊട്ടശ്ശേരി വഴി വന്ന് ഉമ്മനേഴി പുലാപ്പറ്റ മോക്ഷത്തിൽ ശിവക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ് ഫ്രണ്ടിൽ തന്നെ നിർത്തും. പിന്നെ നല്ലൊരു വൈബാണ്. എന്തായാലും എനിക്ക് ഇവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ശിവക്ഷേത്രത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ബാക്കിയെല്ലാം ദൈവം നമ്മുടെ മോക്ഷത്തിലപ്പൻ നമ്മളെ അനുഗ്രഹിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എൻ്റെ ഒരു സനൽ മുണ്ടൂര് എടക്കട സ്വദേശിയാണ്. ഞാനും ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു അമ്പലം എപ്പോഴും മുന്നിൽ കൂടെ പാസ് ചെയ്ത് പോണതാണ്. പക്ഷേ അമ്പലത്തിനെ കുറിച്ചിട്ട് ഞാൻ കേട്ട് പരിചയമുണ്ട്. അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന് തൊഴുതി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം പിന്നെ നല്ല മാറ്റങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവിടുത്തെ അമ്പലത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെ ഒരു വേറെ ലെവലാണ്. എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതിയോടാണ് ഈ കിടക്കുന്നത്. നമുക്ക് വന്ന ഒരു വട്ടം വന്നാൽ തന്നെ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാനുള്ള ഒരു ടെൻഡൻസി എന്തായിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ വന്നൊന്ന് തൊഴുതിയ അതിനുള്ള പ്രായച്ചിത്തം ഇവിടെ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ശക്തി അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടൊന്ന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ട് തൊഴുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉദ്ദിഷ്ട കാര്യത്തിന്, അതായത് വിദ്യാഭ്യാസം, കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു ഇത്, പിന്നെ അതുപോലെ മക്കളില്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ ഉദ്ദിഷ്ട കാര്യത്തിന് പ്രത്യേക പൂജകളുണ്ട്. അതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ മക്കളില്ലാത്തവർക്ക് ഉണ്ടായിട്ട് ഇവിടെ വന്ന് തന്നെ ചോറ് കൊടുത്തിട്ടുള്ള ഒത്തിരി ഫോട്ടോസുകൾ നമ്മുടെ ഈ മോക്ഷത്തിൽ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ കാണാറുണ്ട്. ഡെയിലി ഞങ്ങൾ മിക്കവാറും കാണാറുണ്ട്. അപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുള്ളവർക്കാണ് ഇങ്ങനെ മക്കളുണ്ടാവല്. പിന്നെ വീട് വെക്കാൻ, ഇപ്പൊ നമുക്ക് സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് വീട് വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നവർക്കും ഒക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ സാധിക്കും. 100 അല്ല 110% നമുക്ക് ഇവിടെ വന്ന് സാധിക്കുന്നത് തന്നെയാണ്. അത് ഒത്തിരി പേരുടെ അനുഭവമാണ്. ഇതുപോലെ എന്റെയും കൂടി ഒരു അനുഭവമാണ്. ജോലി സ്ഥലത്ത് ഇപ്പൊ എനിക്ക് നല്ലൊരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഇവിടെ വന്ന് മോക്ഷത്തിൽ ശിവക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ ഈ മോക്ഷത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് പറയാനല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, അമ്പലം അറിയാത്തവരുണ്ടെങ്കിൽ അന്വേഷിച്ച് വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു അനുഗ്രഹം മേടിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു മാറ്റമായിരിക്കും. അപ്പോൾ നമുക്കിത് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, അനുഭവിച്ച് ജീവിതത്തിൽ അറിഞ്ഞ് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നതിന് തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകും. അതങ്ങനെയാണ്, ഇവിടുത്തെ ഒരു ശക്തി അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വന്നതിൻ്റെ ഒരു പോസിറ്റീവ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും വരാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഓ നമഃ ശിവായ. നന്ദി.